Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. പൊതുവിജ്ഞാനവും തിരിച്ചറിയാനുള്ള ശേഷിയും കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന 2.5 വയസ്സുകാരിയെ പരിചയപ്പെടാം. ഒറ്റപ്പാലം പാലപ്പുറം അനീഷ് നിവാസിൽ അനീഷ് ദീപ ദമ്പതികളുടെ മകൾ വേദികയാണ് ചെറുപ്രായത്തിൽ വിസ്മയമായി മാറുന്നത്. നമ്മുടെ നാഷണൽ ആൻഡ് ഏതാ? അത് എഴുതിയതാരാ? ആരാ? ഓക്കെ. നമ്മുടെ പ്രധാനമന്ത്രി ആരാ? നമ്മുടെ രാഷ്ട്രപിതാവ്? ഓക്കെ. നമ്മുടെ രാജ്യം? നമ്മുടെ സംസ്ഥാനം? നമ്മുടെ ജില്ല? നമ്മുടെ താലൂക്ക്? വേദിക്കുട്ടിയുടെ വീട് എവിടെയാ? ഓക്കെ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാ? ഏതാ? കേരളത്തിലെ 14 ജില്ലകൾ, 8 ഗ്രഹങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ, 50 വീട്ടുപകരണങ്ങൾ, 5 ഷേപ്പുകൾ, 8 കളറുകൾ, 9 തരം പച്ചക്കറികൾ, 10 പക്ഷികൾ, 20 വാഹനങ്ങൾ, 20 പ്രമുഖ വ്യക്തികൾ, ആഴ്ചകൾ, ദിവസങ്ങൾ, 3 പദ്യങ്ങൾ, 25 ജനറൽ നോളജ് എന്നിവ ഹൃദ്യസ്ഥമാക്കിയിരിക്കുകയാണ് വേദിക എന്ന ഈ കൊച്ചുമിടുക്കി. അമ്മയ്ക്ക് സുഭാഷ് ചന്ദ്രബോസ് കാണിച്ചേ. സുഭാഷ് ചന്ദ്രബോസ്, സോമേഷ് ചന്ദ്രബോസ്, ഗുഡ് ഗേൾ. കൽപ്പന ചൗള, കൽപ്പന ചൗള, ഗുഡ് ഗേൾ. സ്വാമി വിവേകാനന്ദൻ, ഗുഡ് ഗേൾ. ചാച്ചാജി, ചാച്ചാജി, ജവഹർലാൽ നെഹ്റു ചാച്ചാജി എവിടെ? ചാച്ചാജി, ഓക്കെ, ഗുഡ്. 2.5 വയസ്സ് മാത്രമാണ് വേദികയുടെ പ്രായം. 1.5 വയസ്സ് മുതൽ വേദിക പാട്ടുകളും വാഹനങ്ങളും തിരിച്ചറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ദീപയാണ് പിന്നീട് ചെറിയ രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഭർത്താവ് അനീഷും പിന്തുണയായി. കാർട്ടൂൺസ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോ കാർട്ടൂൺസിൽ വരുന്ന ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അങ്ങനെ പറയാറുണ്ട്. വേഗം ക്യാച്ച് ചെയ്യും. അപ്പൊ നമ്മള് കാർട്ടൂൺ എന്നുള്ള കാർട്ടൂൺ ഉണ്ടല്ലോ, മലയാളത്തിലെ കാർട്ടൂൺ അല്ലെങ്കിൽ മഞ്ചാടി, അങ്ങനത്തെ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോൾ അതിലെ ഡയലോഗ്സ് വേഗം. ഇപ്പൊ കാർട്ടൂല് ഒരു കണ്ടം എന്ന് പറയുന്ന ഒരു പൂച്ചയുടെ ക്യാരക്ടർ ഉണ്ട്. ആ കണ്ടം വരുന്നുണ്ടേ ഓടിക്കോ എന്ന് പറയും. ഇനി ഉറക്കുന്ന സമയത്ത് ഞാൻ പാട്ട് വെച്ചിട്ട് അവളെ ഉറക്കുക. അവൾക്ക് ഏത് പാട്ട് വേണമെന്ന് അവൾ തന്നെയാണ് ചൂസ് ചെയ്തിട്ട് അവൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവളെന്നെ അത് പറയും. ഇപ്പൊ ഉണ്ണി ബാബോ പാട്ട് വേണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് വേണമെന്ന് അവൾ തന്നെ പറയും. അപ്പൊ അവള് വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ട് പഠിപ്പിക്കാന്ന് വെച്ചു. അപ്പൊ പിന്നെ ആദ്യം ഒരു കുറച്ച് പേഴ്സണാലിറ്റീസ്, ഇന്ത്യയിലെ ഫേമസ് പേഴ്സണാലിറ്റീസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ട് അവരെന്താ ചെയ്തെന്നുള്ള കാര്യമാണ് ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത്. പഠിച്ചിട്ട് അവരുമായിട്ടുള്ള ലിങ്ക് ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് അത് അവൾ വേഗം ക്യാച്ച് ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് അവളെ ഓരോരുത്തരുടെ പേര് പഠിച്ചു. പിന്നെ കുറെ വേറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം പഠിക്കാറ്. ചെറിയ ചെറിയ ടോപ്പിക്കൊക്കെ 1-2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാന്ന് തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കൊരു താല്പര്യമായി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അവളുടെ അപ്ലൈ ചെയ്താലോന്നു. അപ്ലൈ ചെയ്ത് 2 ഡേയ്സിനുള്ളിൽ തന്നെ അവിടുന്ന് റിപ്ലൈ കിട്ടി. പിന്നെ 7 ഡേയ്സിനുള്ളിൽ അവരൊരു മാക്സിമം 20 വീഡിയോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഓരോ ടോപ്പിക്കിന് സെപ്പറേറ്റ് വീഡിയോസ് ആണ്. അത് ഓരോന്നും എടുത്ത് അയച്ചു കൊടുത്തു. പിന്നെ അവര് സെലക്ട് ആയി എന്നുള്ള പിന്നെ മെയിൽ അയക്കുകയാണ് ചെയ്തത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന വേദികയുടെ കഴിവിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു. കൂടുതൽ റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കാനായുള്ള പഠനത്തിലാണ് വേദിക ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.